മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് സംസ്ഥാന ബി.ജെ.പി. കോട്ടയത്ത് ഇന്നലെ ചേർന്നത് പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗമായിരുന്നു. സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇതിനു മുൻപ് നടക്കാത്തൊരു കാര്യമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക, സഭകളെ ഉൾപ്പെടെ എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ് സംസ്ഥാന ബി.ജെ.പി. അല്ലേ? അനുജ, തീർച്ചയായും ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായാണ് മതാടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു യോഗം ചേരുന്നതെന്ന് നിസ്സംശയം പറയാം. ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ നേതാക്കളുടെ യോഗമാണ് ഇന്നലെ കോട്ടയത്ത് ചേർന്നത്. സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം ശില്പശാല എന്ന വിധമാണ് വിവാദമാകാതിരിക്കുന്നതിന് വേണ്ടി ഈ പരിപാടി ഏറ്റവും അവസാന നിമിഷം അവതരിപ്പിച്ചതെങ്കിലും ഈ പരിപാടിക്കുള്ളിൽ അവതരിപ്പിച്ച പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ കൃത്യമായി തന്നെ ബി.ജെ.പി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് വ്യക്തമാക്കിയിരുന്നു. അത് മാത്രമല്ല 30 സംഘടനാ ജില്ലകളാണ് പാർട്ടിക്കുള്ളത്. ആ 30 സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിനു പുറമെ ഈ മേഖലാ ചാർജുള്ള മറ്റു നേതാക്കളും പങ്കെടുത്തു. ബി.ജെ.പി. നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, എസ് സുരേഷ് പോലുള്ള സംസ്ഥാനതല നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താതെ ബി.ജെ.പിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാനാകില്ല എന്ന് സംസ്ഥാന ബി.ജെ.പി. പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് ഫലമാണ് ഇത്തരത്തിലൊരു യോഗം ചേരാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ കമ്മിറ്റി, അതായത് നിലവിൽ ഈ സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ആളുകളാണ് അല്ലെങ്കിൽ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ കമ്മിറ്റികൾ വിപുലീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ ജില്ലകളിലെ കമ്മിറ്റികൾ 30 അംഗങ്ങളുള്ള, അതായത് 30 ക്രൈസ്തവ നേതാക്കളുള്ള കമ്മിറ്റികളായി അത് വിപുലീകരിക്കും. തുടർന്ന് താഴെത്തട്ടിലേക്ക് ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത് മണ്ഡലാടിസ്ഥാനത്തിൽ, ഒപ്പം ഏരിയ അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് തല അടിസ്ഥാനത്തിൽ ഇത്തരം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട തീരുമാനവും ഇന്നലെ കോട്ടയത്ത് ചേർന്ന ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി വൻ തുക ബി.ജെ.പി. മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിനുവേണ്ടി 1 കോടി രൂപയാണ് സംസ്ഥാന ബി.ജെ.പി. അനുവദിച്ചിരിക്കുന്നത്. ഔട്ട്റീച്ചിന് യാത്ര ചെയ്യുന്നവർ സ്വന്തം വാഹനം ഉപയോഗിക്കണമെന്നും പെട്രോളിനും ഭക്ഷണത്തിനും ചിലവായ തുക അത് ബില്ലും വൗച്ചറും ബോധിപ്പിച്ച് എഴുതിയെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺവീനറായി ഷോൺ ജോർജിനാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഈ തുകയുമായി ബന്ധപ്പെട്ട ചിലവുകൾ നൽകുന്നതിനുള്ള ചാർജ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. സംസ്ഥാന ജോയിന്റ് ട്രഷറർ ഇതിന്റെ കണക്കുകൾ നോക്കാനുള്ള ചുമതലയും ജോയിന്റ് ട്രഷറർക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ഈ കോട്ടയത്ത് ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട ചില വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്. ബി.ജെ.പിയുടെ ഛത്തീസ്ഗഡ് ദൗത്യത്തെ സംഘപരിവാർ എന്ന പേരിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി അവഹേളിക്കുന്നത് DYFI ഹാൻഡിലുകളാണ് എന്ന വിമർശനമാണ് ഈ യോഗത്തിൽ ഉയർന്നത്. ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, അരമനകളിൽ പോകാതെ ബി.ജെ.പിക്ക് കേരളത്തിൽ ഭരണം പിടിക്കാനാകില്ല എന്നാണ് ഈ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയായ, അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയായ ഷോൺ ജോർജ് ഇന്നലെ യോഗത്തിൽ വ്യക്തമാക്കിയത്. തൃശ്ശൂരിൽ സഭ സഹായിക്കാതെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചതെന്ന ചില നേതാക്കളുടെ വാക്കുകൾ പാർട്ടിയെ പിന്നോട്ട് നയിക്കും. അത് കെ സുരേന്ദ്രനാണ് അങ്ങനെ പറഞ്ഞത്. മുൻ സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് തള്ളുന്നു എന്നുകൂടി വ്യക്തമാക്കാം. സഭ പറയാതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല. അത് നിലമ്പൂരിലും പല മേഖലയിലും, പ്രത്യേകിച്ച് വഴിക്കടവ്, ചുങ്കത്ര ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചു എന്നാണ് ഷോൺ ജോർജ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഛത്തീസ് മോഡൽ തുടരുക തന്നെ ചെയ്യും ബി.ജെ.പി. എന്നും ഈ യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ സംബന്ധിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മതാടിസ്ഥാനത്തിൽ നേതാക്കളുടെ യോഗം ചേരുന്നു. ക്രൈസ്തവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ബി.ജെ.പി. ആരംഭിച്ചിരിക്കുന്നു. ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള തുകയും പാർട്ടി അനുവദിച്ചിരിക്കുന്നു. അലക്സ്, ഇതിലിപ്പോൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ ഒഡീഷയിലും ഒക്കെ പുരോഹിതർക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചടിയാകില്ല എന്ന കണക്കുകൂട്ടലിലാണോ സംസ്ഥാന ബി.ജെ.പി. മുന്നോട്ട് നീങ്ങുന്നത്? ഇതിലെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നാണ് പാർട്ടി വിചാരിക്കുന്നത്? അനുജ, ഛത്തീസ്ഗഡ് വിഷയം ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ്. മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം. ആ സംഭവത്തിൽ പക്ഷേ പാർട്ടി അവരെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയെന്ന് ക്രൈസ്തവ വിശ്വാസികളെയും മേലധികാരികളെയും അറിയിക്കാനാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അവർ കോപ്പുകൂട്ടുന്നത്. അതാണ് അവരുടെ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അത്തരത്തിൽ അവരോട് ആവശ്യപ്പെട്ടത്, ക്രൈസ്തവ സഭകൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് കന്യാസ്ത്രീകളുടെ മോചനമായിരുന്നു. അത് പാർട്ടി നടപ്പിലാക്കി കൊടുത്തു എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല അനുജ,
പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വിവിധ സഭകളുണ്ട്. ലാറ്റിൻ സഭ, കത്തോലിക്ക സഭ, പെന്തക്കോസ്ത് സഭ, CSI തുടങ്ങിയ വിവിധ സഭകളുണ്ട്. ഈ സഭകളുടെ അല്ലെങ്കിൽ ഈ സഭകൾക്കെല്ലാം പ്രത്യേക ഇൻചാർജ് വരെ നൽകിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ സഭയുടെ ചുമതല നൽകി ഈ ക്രൈസ്തവ വിശ്വാസികളുടെയും ക്രൈസ്തവ സഭകളുടെയും വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള ശ്രമമാണ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നത്. അതാണ് മതാടിസ്ഥാനത്തിൽ യോഗം ചേർത്തിരിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നാണ് ഈ പരിപാടിക്ക് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ ഔട്ട്റീച്ച് എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുന്നു. അതനുസരിച്ചാണ് BJPയുടെ തുടർ നീക്കങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.